പേരാമ്പ്ര അനു കൊലപാതക കേസിൽ പ്രതി മുജീബ് ധരിച്ച വസ്ത്രങ്ങൾ വീട്ടിൽ നിന്നും കണ്ടെടുത്തെന്ന് പോലീസ് എത്തിയ വിവരമറിഞ്ഞ പ്രതിയുടെ ഭാര്യ ചില സാധനങ്ങൾ കത്തിക്കാൻ ശ്രമിച്ചു. ഇത് തടഞ്ഞ് പരിശോധിച്ചപ്പോഴാണ് കൊല നടത്തിയ സമയം ധരിച്ച വസ്ത്രങ്ങൾ കണ്ടെടുത്തത്. രാഹുൽ കെ വി നൽകും വിവരങ്ങൾ. രാഹുൽ, പോലീസിന്റെ തെളിവെടുപ്പ് എങ്ങനെയാണ് നടന്നത്? ഈ ക്രൂരമായ സംഭവത്തിനും ഭാര്യ ഇത്തരത്തിൽ പെരുമാറുന്നു എന്ന ആശ്ചര്യം കൂടിയുണ്ട്. പോലീസിന് എന്തൊക്കെ തെളിവുകൾ ഇതിനോടകം വീട്ടിൽ നിന്ന് ലഭിച്ചിട്ടുണ്ട്? പ്രതീക്ഷ 4 ദിവസത്തെ കസ്റ്റഡിയാണ് കോടതി അനുവദിച്ചത്. ഏതായാലും വിശദമായ ചോദ്യം ചെയ്യൽ അതുപോലെ തന്നെ തെളിവെടുപ്പിലേക്ക് കൂടി അന്വേഷണ സംഘം കടക്കുകയാണ്. നിർണായകമായ തെളിവുകൾ ഇതിനകം തന്നെ ലഭിച്ചിട്ടുണ്ട് എന്നത് അന്വേഷണ സംഘത്തിന് ഏറെ ആശ്വാസകരമായ ഒരു കാര്യമാണ്. അത് ഈ കൊലപാതകം നടത്തിയ സമയത്ത് പ്രതി ധരിച്ചിരുന്ന വസ്ത്രമാണ്. കൊണ്ടോട്ടിയിലെ വീട്ടിൽ നിന്നാണ് വസ്ത്രം ലഭിച്ചിട്ടുള്ളത്. പ്രതിയെ പോലീസ് അതിസാഹസികമായാണ് വീട്ടിൽ നിന്ന് പിടികൂടിയിരുന്നത്. ആ ദൃശ്യങ്ങൾ സഹിതം നമ്മൾ നേരത്തെ തന്നെ റിപ്പോർട്ട് ചെയ്തിരുന്നതുമാണ്. അപ്പോൾ ഈ വീട്ടിൽ നിന്ന് തന്നെ കൊലപാതക സമയത്ത് ധരിച്ചിരുന്ന വസ്ത്രങ്ങൾ ലഭിച്ചിരുന്നു എന്നുള്ളതാണ്. അതായത് ഈ പോലീസ് എത്തുന്നു എന്ന വിവരം അറിഞ്ഞ് പ്രതിയുടെ ഭാര്യ ഇവിടെ ചില സാധനങ്ങൾ നശിപ്പിക്കാൻ വേണ്ടിയുള്ള ശ്രമം നടത്തി, കത്തിച്ചു കളയാൻ ശ്രമിച്ചു. ആ സമയത്ത് പരിശോധിച്ചപ്പോൾ വസ്ത്രം ലഭിച്ചു എന്നാണ് പോലീസ് വ്യക്തമാക്കുന്നത്. വസ്ത്രങ്ങൾ ശാസ്ത്രീയ പരിശോധനയ്ക്ക് അയക്കാനുള്ള തീരുമാനത്തിൽ കൂടിയാണ് അന്വേഷണ സംഘം എത്തിച്ചേർന്നിട്ടുള്ളത്. ഒപ്പം തന്നെ ഈ അന്വേഷണത്തിൽ നിർണായകമായത് ഈ കൊലപാതകത്തിന് മുൻപ് പ്രതി സഞ്ചരിച്ചതും അതിനുശേഷം അതിലൂടെ കടന്നുപോയതുമായ CCTV ദൃശ്യങ്ങളാണ്. അതൊക്കെ പോലീസിന് ശേഖരിക്കുവാനും കഴിഞ്ഞിട്ടുണ്ട്. ഇനി ഏതായാലും കൂടുതൽ സ്ഥലങ്ങളിലേക്ക് എത്തിച്ച് തെളിവെടുപ്പാണ് ബാക്കിയുള്ളത്. ആദ്യം മട്ടന്നൂരിലേക്ക് കൊണ്ടുപോകുമെന്നാണ് അന്വേഷണ സംഘം വ്യക്തമാക്കുന്നത്. മട്ടന്നൂരിൽ നിന്നാണ് മോഷ്ടിച്ച ബൈക്കുമായി പ്രതി പേരാമ്പ്ര നൊച്ചാട് ഭാഗത്തേക്ക് വരുന്നത്. ഇവിടെ ഒരു മുൻ പഞ്ചായത്ത് പ്രതിനിധിയുടെ ബൈക്കാണ് മോഷ്ടിച്ചത്. തൊട്ടടുത്ത വീട്ടിൽ നിന്ന് ഹെൽമറ്റ് മോഷ്ടിച്ചു. അതിനുശേഷമാണ് കറങ്ങി പേരാമ്പ്രയിലേക്ക് എത്തുന്നത്. ഈ ബൈക്ക് പിന്നീട് എടവണ്ണപ്പാറയിൽ ഉപേക്ഷിച്ച നിലയിലാണ് കണ്ടെത്തിയത്. എവിടെയും എത്തിക്കേണ്ടതായിട്ടുണ്ട്. ഒപ്പം അനുവിൻ്റെ ശരീരത്തിൽ നിന്ന് മോഷ്ടിച്ച ആഭരണങ്ങൾ കൊണ്ടോട്ടിയിൽ വിൽപ്പന നടത്തിയിരുന്നു. ഇതിനൊരാളുടെ സഹായവും ലഭിച്ചിരുന്നു. ഈ ആഭരണം വിറ്റ സ്ഥലത്ത് ഒക്കെ എത്തിച്ച് തെളിവെടുപ്പ് പൂർത്തിയാക്കും എന്ന് തന്നെയാണ് അന്വേഷണ സംഘം വ്യക്തമാക്കുന്നത്. 4 ദിവസമാണ് കൊടും ക്രിമിനലായ മുജീബ് റഹ്മാൻ പോലീസിൻ്റെ കൈവശമുള്ളത്. വിശദമായി ചോദ്യം ചെയ്യും. ഒപ്പം തന്നെ മറ്റൊരു പീഡന കേസിൽ കൂടി ഇയാൾ പ്രതിയാണ് എന്നുള്ളതാണ്. 2020 മുക്കം മുത്തേരിയിൽ വെച്ച് ഓട്ടോറിക്ഷയിൽ കയറിയ വയോധികയെ, അതായത് 65 വയസ്സുള്ള ഒരു സ്ത്രീയെ പീഡിപ്പിച്ചതിന് ശേഷം ആഭരണങ്ങൾ മോഷ്ടിച്ച കേസിലൊക്കെ പ്രതിയായ ആളാണ്. അത്രയും ക്രിമിനൽ സ്വഭാവമുള്ള ഒരു പ്രതിയാണ് ഈ മുജീബ് റഹ്മാൻ എന്നത്. കൊണ്ടോട്ടി മുജീബ് എന്ന പേരിലാണ് ഇയാൾക്ക് പ്രസിദ്ധനായിരുന്നതൊക്കെ. എന്തായാലും പ്രതിയെ വിശദമായി ചോദ്യം ചെയ്യുന്നു. ഒപ്പം തെളിവെടുപ്പിലേക്ക് കൂടി കടക്കുകയാണ്. ശരി, കെ വി രാഹുലാണ് വിവരങ്ങൾ നൽകിയത്.